നമസ്കാരം. സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതൊരു പ്രോബ്ലം സോൾവിംഗ് പ്ലാറ്റ്ഫോമായിട്ട് കാണാനാണ് നമ്മൾക്ക് ഏവർക്കും ഇഷ്ടം. അങ്ങനെയുള്ള ഒരു പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ അതിനു മുമ്പ് കമ്മ്യൂണിറ്റി ടാബില് പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അവിടെ കുറച്ചു പേർ വന്നിരുന്നു. അതിനുശേഷം 9 മണിക്ക് വീഡിയോ ഇട്ടു. ഞാൻ പ്രതീക്ഷിച്ചത് നമ്മൾ എല്ലാവരും അത് കാണും, അതിൽ കൂടെ ആ അദ്ദേഹത്തിന് ഒരു ഗുണം ചെയ്യും, അതൊന്ന് ഷെയർ ചെയ്യപ്പെടും എന്നൊക്കെയാണ്. വളരെ ശുഷ്കിച്ച ഓഡിയൻസ്. ഒരു വിധത്തിലും ആരും, അതായത് ഒരു പ്ലീസ് ഹെൽപ്പ് മീ എന്ന് കണ്ടപ്പോൾ ഇവനെങ്ങാനും ഇനി പൈസ ചോദിക്കുകയാണോ എന്ന് പേടിച്ചിട്ടാണോ എന്നറിയത്തില്ല, വീഡിയോ കണ്ടവർ വളരെ വിരളമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ചാനലിൽ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഞങ്ങൾ മറുപടി തരാറുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ലാഭേച്ഛയല്ല നോക്കുന്നത്. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ അവരുടെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. സ്വാർത്ഥമതികളാകാതിരിക്കുക തീർച്ചയായിട്ടും. കാരണം ആ ഒരു വീഡിയോ കാണാതെ ഷെയർ ചെയ്യരുത്. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്നും ആവശ്യം എന്താണെന്നും കണ്ടു കഴിഞ്ഞ് ഒന്ന് ഷെയർ ചെയ്താൽ നമ്മളുടെ ഒന്നും പോകാനില്ല. പകരം നല്ലൊരു കാര്യം ചെയ്തതിന്റെ ഒരു സംതൃപ്തി, ആത്മസംതൃപ്തി നമുക്ക് ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോയുടെ താഴെ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ആ വീഡിയോ കാണുക, അതൊന്ന് ഷെയർ ചെയ്യുക. പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, നമ്മളായിട്ടത് തടയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് തിരിച്ചു വരാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു പ്രോബ്ലം സോൾവിംഗ് വീഡിയോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. കാരണം നമ്മൾ പല വിധത്തിലുള്ള ഫുഡ് ഐറ്റംസ്, അങ്ങനെയുള്ള ഗെയിംസ് ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്ത് വിൽക്കാറുണ്ട്. നമ്മളുടെ പ്രോഡക്ട്സ് ഇല്ലെങ്കിൽ നമ്മൾ റീപാക്കിംഗ് ഒക്കെ ചെയ്ത് വിൽക്കാറുണ്ട്. പലർക്കും എന്താ പറയുന്നത്, പ്രിന്റിംഗ് പൗച്ച് കിട്ടാറില്ല, ഇല്ലെങ്കിൽ അതിനുള്ള ബജറ്റ് ഇല്ല, അതുകൊണ്ട് അവർ അങ്ങോട്ട് പോകാറില്ല. സാധാരണ പ്ലാസ്റ്റിക് കവറുകളിലൊക്കെയാണ് എല്ലാവരും സ്റ്റാർട്ടിങ്ങിൽ അങ്ങനൊരു സംരംഭം തുടങ്ങുന്നത്. അപ്പൊ അവിടെ എന്താ പറ്റുന്നത്, നമുക്ക് അതിന്റെ റേറ്റ് എഴുതണം, എക്സ്പയറി ഡേറ്റ് എഴുതണം, അതുകൂടാതെ തന്നെ അതിന്റെ വില, കാര്യങ്ങള്, ബാച്ച് കോഡ് എല്ലാം എഴുതണം. അങ്ങനെ എഴുതേണ്ടി വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന സാധാരണ ആശ്രയിക്കുന്നത് ഒരു സ്റ്റിക്കർ കിട്ടും. ആ സ്റ്റിക്കർ മേടിച്ചൊട്ടിച്ചിട്ട് അതിന്റെ മണ്ടയ്ക്ക് എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു സ്റ്റാൻഡേർഡ് ഇല്ല, അതിനൊരു നിലവാരമില്ല എന്ന് നിങ്ങൾക്കും എനിക്കും വാങ്ങിക്കുന്നവർക്കും അറിയാം. നമ്മൾ ഇനി ഒരു പ്ലാസ്റ്റിക്കിന്റെ സാധാരണ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പൗച്ചിലാണ് പാക്ക് ചെയ്യുന്നെങ്കിൽ പോലും അതിലൊരു അതിലൊരു പെർമനന്റ് സ്റ്റാമ്പിങ് നടന്നു കഴിഞ്ഞാൽ അതിന് വില കൂടും. ആ ഒരു പാക്കറ്റിന് തീർച്ചയായിട്ടും ആളുകൾ കുറച്ചുകൂടി മതിപ്പ് കൊടുക്കും. അപ്പം അങ്ങനെ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്കത് മാനുവലി ചെയ്യാം, ഓട്ടോമാറ്റിക്കലി ചെയ്യാം. നമ്മളിവിടെ മാനുവൽ മെഷീനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ചെറുകിടമായിട്ട് ബിസിനസ് തുടങ്ങി സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ മാനുവൽ മെഷീനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ മാനുവൽ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ മാനുവൽ മെഷീൻ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടു. വളരെ ഈസിയാണ്. നമുക്ക് ഹാൻഡ് ഓപ്പറേറ്റഡ് ആണ്. ആ സാധനം വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഓൾറെഡി ബാച്ചും എക്സ്പയറി ഡേറ്റും MRP ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് പുഷ് ചെയ്ത് പോയാൽ മാത്രം മതി. വളരെ എളുപ്പമാണ്, വളരെ എളുപ്പം ഉണങ്ങിക്കിട്ടും. പെർമനന്റ് ആണ്, ഒരിക്കലും അത് മാഞ്ഞു പോകത്തില്ല. അത് നമുക്ക് ഓൾറെഡി പ്രിന്റഡ് പൗച്ച് ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം, ഇനി അതല്ല പ്ലെയിൻ ആണെങ്കിൽ അതിൽ ചെയ്യാം. അപ്പോൾ അതിന്റെ വിലയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്ന് ഒന്ന് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ ആമസോണിന്റെ സൈറ്റിലാണ് ഉള്ളത്. ഇവിടെ നമ്മൾ നോക്കുന്ന മാനുവൽ റിബൺ ഹാൻഡ് ബാച്ച് കോഡിംഗ് മെഷീൻ ആണ്. അതായത് നമ്മളുടെ
പ്ലാസ്റ്റിക് കവറുകളിൽ നമ്മളുടെ പ്രോഡക്റ്റ് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് കവറുകളിൽ നമുക്ക് ബാച്ച് നമ്പർ, എക്സ്പയറി ഡേറ്റ്, ഇല്ലെങ്കിൽ ഗ്രാം, അല്ലെങ്കിൽ MRP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയുള്ള ഒരു കോഡർ മെഷീനാണ് നോക്കുന്നത്. അത് പെർമനന്റ് സ്റ്റാമ്പിംഗ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിലുള്ള സ്റ്റാമ്പിംഗ് നടത്തി വിട്ട് കഴിഞ്ഞാൽ പകുതി വഴിക്ക് തന്നെ അത് മാഞ്ഞു പോകും. വെള്ളം തട്ടിയാലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു വസ്തുവുമായിട്ട് മുട്ടി ഉരുമിയാലോ ഒക്കെ അത് മാഞ്ഞു പോകും. അതിന് പകരം പെർമനന്റ് ആയിട്ടുള്ള കോഡർ മെഷീനാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇത് 18,890 രൂപയുടെ മെഷീനാണ്. അതുകൂടാതെ ഇവിടെ 9,700 രൂപയുടെ മെഷീനുണ്ട്, 10,499 രൂപയുടെ മെഷീനുണ്ട്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് സ്റ്റേജിലോട്ട് പോകുകയാണെങ്കിൽ 41,570 രൂപയുടെ മെഷീനുണ്ട്. അങ്ങനെ പലതരം മെഷീനുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ പ്രോഡക്റ്റ് പ്ലാസ്റ്റിക് കവറിൽ, ഇൻ കേസ് നമ്മളുടെ പ്രിന്റഡ് കവർ അല്ലെങ്കിൽ പോലും നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് കവറിലാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ പോലും ഇങ്ങനെ ഒരു കോഡർ മെഷീൻ ഉപയോഗിച്ച് നമ്മളുടെ MRPയും കാര്യങ്ങളും ബാച്ച് നമ്പറും ഒക്കെ പ്രിന്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പ്രത്യേകം ഒരു വിലയുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് 2-3 മെഷീൻ ഞാൻ ഇന്ന് എടുത്തു കാണിക്കുകയാണ്. ഇത് ആസ്ട്രോപാക്ക് മെഷീൻ ആണ്. ഹോട്ട് സ്റ്റാമ്പിംഗ് റിബൺ കോഡർ മെഷീൻ ഫോർ ഡേറ്റ്, ബാച്ച് കോഡ്, സെമി ഓട്ടോമാറ്റിക് ഇലക്ട്രിക് റിബൺ കോഡിംഗ് മെഷീൻ, തെർമൽ ഫോയിൽ സ്റ്റാമ്പ് പ്രിന്റർ, ഇതൊക്കെ അതിന്റെ പേരുകളാണ്. ഓക്കെ, ഇത് വരുമ്പോഴത്തേക്ക് 18,890 ആണ് ഇതിന്റെ വില വരുന്നത്. ഇവിടെ എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. 6 കിലോഗ്രാം ആണ് ഈ മെഷീന്റെ വെയിറ്റ് വരുന്നത്. സിംഗിൾ ഫേസ് മെഷീൻ ആണ്. ഇവിടെ ഇതിന്റെ പടങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെഷീൻ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ കോഡിംഗ് ആണ് ചെയ്തു വരുന്നത്. ഈ റിബൺ ആണ്, റിബൺ കോഡറാണ്. ഈ റിബൺ നമ്മളുടെ പ്രോഡക്റ്റ്, നമ്മളുടെ പ്ലാസ്റ്റിക് കവറിന്റെ മുകളിലൂടെ തട്ടിപ്പോകുമ്പോൾ മേളിൽ നിന്ന് സ്റ്റാമ്പിംഗ് മെഷീൻ ഉണ്ട്. സ്റ്റാമ്പിംഗ് മെഷീൻ വന്ന് സ്റ്റാമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിബണിലുള്ള ഇങ്ക് ആണ് നമ്മളുടെ പ്ലാസ്റ്റിക് കവറിലോട്ട് പതിയുന്നത്. അതാണ് സംഭവം. ഇത് കണ്ടില്ലേ? ഓക്കെ, നമുക്ക് ഇനി ഇതിനകത്ത് നമുക്ക് ഒരുമിച്ച് ക്യാഷ് ഉണ്ടാകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയുള്ളവർക്ക് ഇവിടെ EMIയും ഉണ്ട്. ആമസോൺ പോലുള്ള സൈറ്റുകൾ EMI ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ EMI സ്റ്റാർട്ട്സ് അറ്റ് 889 രൂപ. അവര് പലിശ എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. EMI ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഏതൊക്കെ ബാങ്ക് ആണ് നിങ്ങൾക്ക് സർവീസ് തരുന്നത് കാണിക്കാം. ബജാജ് ഫിൻസർവ് തരുന്നുണ്ട്, ആമസോൺ പേ, ICIC ക്രെഡിറ്റ് കാർഡ് തരുന്നുണ്ട്, അമേരിക്കൻ എക്സ്പ്രസ് തരുന്നുണ്ട്, ആക്സിസ് ബാങ്ക് തരുന്നുണ്ട്, ബാങ്ക് ഓഫ് ബറോദ തരുന്നുണ്ട്, സിറ്റി ബാങ്ക് തരുന്നുണ്ട്, HDFC ബാങ്ക് തരുന്നുണ്ട്. അതുപോലെ പല ബാങ്കുകളും, ഇൻഡസിൻഡ്, ജമ്മു ആൻഡ് കശ്മീർ, കൊട്ടക് മഹീന്ദ്ര, RBL, SBI ക്രെഡിറ്റ് കാർഡിലൂടെ, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ്, യെസ് ബാങ്ക്. അപ്പോൾ പല ബാങ്കുകളും ഇങ്ങനെയുള്ള EMIs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഫെസിലിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് ചില സെർട്ടൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴേ മനസ്സിലാകുകയുള്ളൂ. ഇവിടെ കുറച്ചുകൂടെ എമൗണ്ട് കുറഞ്ഞ ഒരു കോഡിംഗ് മെഷീൻ ആണ് കാണിച്ചിരിക്കുന്നത്. സെയിം തന്നെയാണ്. ഇത് കണ്ട, ഇതാണ് സംഭവം. കണ്ട, അപ്പോൾ ഇത് മാനുവൽ ബാച്ച് കോഡിംഗ് മെഷീൻ. ഓക്കെ, ഇത് 9,700 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഇവിടെയും EMI ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് 457 രൂപയാണ് EMIയിലൂടെ ആകുന്നത്. അതായത് മാസം 457 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും അതിന്റെ സേവനം നിങ്ങൾ ഉപയോഗിക്കുക. ഇവിടെയും ബാങ്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നോക്കുക. ഇവിടെ അടുത്ത ഒരു മെഷീനാണ് ശ്രീറാം പാക്കേജിംഗ് മാനുവൽ റിബൺ കോഡിംഗ് മെഷീൻ എന്ന് പറഞ്ഞൊരു മെഷീനാണ്. 10,499 രൂപയാണ്. ഓക്കെ, ഇവിടെയും EMI ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. 494 രൂപയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ചെലവാകുന്നത്. നിങ്ങൾക്ക് ഈ രീതിയിലും വാങ്ങിക്കാൻ പറ്റും. അതായത് നമ്മളൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ആണ്, നമുക്കധികം ബജറ്റ് ഇല്ല എങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് EMI ഉപയോഗിക്കാവുന്നതാണ്. EMIക്ക് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ കണ്ടീഷൻസും ശ്രദ്ധയോടുകൂടി കേൾക്കുക, വായിക്കുക, പഠിക്കുക. അതിനുശേഷം എന്താ പറയുക, കൂടുതൽ എമൗണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയരുത്. അപ്പോൾ ഈ മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മുമ്പോട്ട് വേണ്ടത് കോഡിംഗ് റിബൺ വേണ്ടി വരും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദിത്യ ലേബൽസ് 110 300 മീറ്ററിന്റെ ആദ്യത്തെ ലേബൽസ് വരുന്നത് 210 രൂപയാണ് അതിന്റെ വില വരുന്നത്. നമുക്ക് മുമ്പോട്ട് ഈ കോഡിംഗ് ലേബൽസ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഇവിടെ 210 രൂപ കൊടുത്തിരിക്കുന്നത്. ഈ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞു, അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു, അത് EMI-യിലും കിട്ടും, അതും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ രീതിയിൽ നമുക്ക് നമ്മളുടെ ഒരു പ്രോഡക്റ്റിന്, നമ്മൾ പാക്ക് ചെയ്ത് വിൽക്കുന്ന നമ്മളുടെ പ്രോഡക്റ്റിന്, അതിനിയും ഏത്തക്ക ചിപ്സ് ആയിക്കോട്ടെ, ഇനിയും മുളക് പൊടി ആയിക്കോട്ടെ, മല്ലിപ്പൊടി ആയിക്കോട്ടെ, എന്ത് ഐറ്റവും ആയിക്കോട്ടെ, അതിനൊരു സ്റ്റാൻഡേർഡൈസേഷൻ കൈവരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ചെറിയ തുകയ്ക്കുള്ള മെഷീൻ വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എന്റെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ ഇടുന്ന ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.